നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചാടിക്കേറി ആ കേസ് ഏറ്റെടുക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷയല്ല. അച്ഛന്റെ നിസ്സഹായതയും അമ്മയുടെ കരച്ചിലും കണ്ടപ്പോ എനിക്ക് പിന്നെ കാത്തു നിൽക്കാൻ തോന്നിയില്ല. ഇങ്ങനെയല്ലാതെ അവരെങ്ങനെ സമാധാനിപ്പിക്കാൻ പറ്റുക? കേസ് നന്നായി വാദിച്ച് ജയിക്കാൻ പറ്റുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? അങ്ങനെ ഒരു ഉറപ്പും ഒരു വക്കീലിനും പറയാൻ പറ്റില്ല. അവസാന വിധി പറയുന്നത് ജഡ്ജല്ലേ. കേസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. എന്നാലും ഏറ്റെടുത്ത കേസ് വിജയിപ്പിക്കാൻ ഞാൻ പരമാവധി നോക്കും. എങ്കിൽ നിന്റെ കരിയറിൽ ഒരു സ്റ്റാർ വന്ന് പതിക്കാൻ ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. വാ. നിനക്ക് എവിടെ നീട്ടി ഇത്രയും നാണം? ഒന്ന് പോയേ. എന്റെ ഉദ്ദേശം എനിക്കിന്ന് ഉറങ്ങാൻ ഉദ്ദേശമില്ല. അതാ ഉദ്ദേശം. അയ്യടാ, ആ പൊതി മാറ്റി വെച്ചേ. എനിക്ക് ഉറങ്ങണം. എനിക്കറിയാം നീ ഇന്ന് ഉറങ്ങുമെന്ന്. പിന്നെ വിവാഹം കഴിഞ്ഞ് ഈ മുറിയിലേക്ക് കയറി വന്ന ആദ്യ ദിവസം ഓർമ്മയുണ്ടോ നിനക്ക്? അത് ആദ്യ ദിവസമായിരുന്നില്ലല്ലോ, ആദ്യ രാത്രി ആയിരുന്നില്ലേ? അതെ, ആദ്യ രാത്രി. നിനക്ക് നല്ല ഓർമ്മയാണല്ലോ. നീ ഒരു ഗ്ലാസ് ക്ലീഷേ പാലുമായിട്ട് വാതില് കടന്ന് മെല്ലെ മെല്ലെ എന്റെ അടുത്തേക്ക് വന്നു. അപ്പൊ മണവാളം പറഞ്ഞു, എനിക്ക് പാല് വേണ്ട, പാല് കുടിച്ചാൽ പെട്ടെന്ന് ഉറങ്ങിപ്പോകും, എനിക്കൊരു കട്ടൻ ചായ മതിയെന്ന്. കിറ്റില് പോയി വെള്ളം വെക്കാം, 2 കട്ടൻ ചായ ഉണ്ടാക്കാം. എനിക്കങ്ങ് വയ്യ ഈ നേരത്തെ ഒരു കട്ടൻ ചായ. ശരി, വൈകി വേണ്ട, നമുക്കത് മാനേജ് ചെയ്യാം. വൈകിരിക്കാം. എന്തിനാ? ഇവിടെ വന്ന് ഇരിക്ക്. എന്താ പേടിയുണ്ടോ? പേടിയുണ്ട്. ഇവിടെ വന്ന് ഇരിക്കാൻ. ഇങ്ങോട്ട് അടുത്തിരിക്കും. ആയിട്ടില്ല, കുറച്ചുകൂടെ അടുത്തേക്ക് വാ. കുറച്ചുകൂടെ പോരട്ടെ. ഇത് മതി. എന്താ നല്ല മണമുണ്ട് വിയർപ്പിന്റെ. ചെന്ന് കുളിക്ക്. ഓ നമ്മുടെ പ്ലാനുകൾ പ്രകാരമുള്ള നീക്കങ്ങളെല്ലാം എന്തായി പ്രിൻസ്? നമ്മുടെ പ്ലാനുകളുടെ എക്സിക്യൂഷൻ എല്ലാം വളരെ പ്രോപ്പർ ആയിരിക്കണം ദിയ. അന്ന് ദിയ പറഞ്ഞെങ്കിലും അത് എങ്ങനെ ചെയ്യണമെന്നതിനെ പറ്റി ഞാൻ കൺഫ്യൂസ് ആയിരുന്നു. കൺഫ്യൂഷൻ ഒന്നും വേണ്ട പ്രിൻസ്. ശിവദാസിനെയും നന്ദിതയും അന്ന് എസ്പിയുടെ സഹായത്താൽ കല്യാണം കഴിപ്പിച്ച് രക്ഷപ്പെടുത്തിയിരുന്നു. അതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ഇനി അത് വെച്ചാ കളിക്കാൻ പോകുന്നത്. അത് വെച്ച് കളിക്കാന്ന് പറയുമ്പോ എന്താ ദിയയുടെ മനസ്സിൽ? ഞാൻ പറയാം. നമ്മൾ ഈ വീഡിയോ ഇപ്പൊ ആക്റ്റീവായിട്ടുള്ള എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളിലേക്കും സോഷ്യൽ മീഡിയയിലേക്കും ഒരു ചൂടുള്ള വാർത്തയായി എത്തിച്ചു കൊടുക്കുന്നു. സോഷ്യൽ മീഡിയ വഴിയും ഓൺലൈൻ മീഡിയ വഴിയും പ്രചരിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാർ എന്റെ കയ്യിലുണ്ട്. പ്രത്യേകിച്ചും ഒന്നിനെ 10 കാണിക്കാൻ അറിയാവുന്നവര്. എന്നാ ഇത് ഉടനെ നടക്കണം പ്രിൻസ്, ഉടനെ. അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഇതെല്ലാം നടന്നെന്ന് തന്നെ ഇരിക്കട്ടെ. നമ്മൾ ഇതിനെ വെൽ പ്ലാൻഡ് ആയിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്യും.
നന്ദിതയുടെ കുടുംബം താറുമാറായി. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ അവര് നശിച്ചു. അതിനുശേഷം ദിയയുടെ പ്ലാൻ എന്താ? ഞാൻ ചോദിക്കാൻ കാരണം ദിയയില് ഈയിടെയായിട്ടൊരു നിഗൂഢ സ്വഭാവം ഞാൻ കാണുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രിൻസേ, ഇതിന്റെ പിന്നിലെ എന്റെ നേട്ടങ്ങളുടെ ഒരു ഏകദേശ രൂപം ഞാൻ പ്രിൻസിന് നൽകിയിട്ടുണ്ട്. ഉണ്ട്, അതെനിക്ക് മനസ്സിലായിട്ടുമുണ്ട്. നന്ദനെ ശരണ്യയുടെ കയ്യിൽ നിന്ന് സ്വന്തമാക്കുക, പിന്നെ അവരുടെ ബിസിനസ് സാമ്രാജ്യം, അത് അവര് പോലും അറിയാതെ ഒരു സുപ്രഭാതത്തിൽ ദിയയുടെ കാൽ കീഴിൽ വെക്കുക. ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതെല്ലാം എന്റെ ലിസ്റ്റിലെ പ്രധാന ലക്ഷ്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതിനെല്ലാം അപ്പുറം എനിക്ക് വ്യക്തിപരമായ ചില ഗൂഢലക്ഷ്യങ്ങളും ഉണ്ട്. എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞില്ലേ പ്രിൻസ്, അത് വ്യക്തിപരമാണെന്ന്. അതുകൂടി ഞാൻ പ്രിൻസിനോട് പറഞ്ഞ ദിയ രവിചന്ദ്രൻ എന്ന വ്യക്തിയെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കും. അപ്പൊ അത് വേണ്ട. ശരി, സമ്മതിച്ചു. ഇതിനെല്ലാം കൂട്ടുനിന്നാൽ എനിക്ക് എന്ത് കിട്ടുമെന്ന് ഞാൻ ചോദിക്കുമെന്ന് ദിയയ്ക്കറിയാം. അതിനുള്ള ദിയയുടെ മറുപടിയും എനിക്കറിയാം. പ്രിൻസിന് എന്തു വേണമെങ്കിലും ചോദിക്കാമെന്ന്, അല്ലേ? ആ, പക്ഷെ ഈ പ്രാവശ്യം ഞാൻ എല്ലാം നടത്തിയതിനു ശേഷം ദിയയോടൊരു കാര്യം ചോദിക്കും. അന്നു മനസ്സിലാകും ദിയയ്ക്ക് ഈ പ്രിൻസ് ആരാണ്.